എത്രയോ വലിയ യുദ്ധങ്ങൾ സുധാമണി കാണാനിരിക്കുന്നു. ഈ ഒരു ചെറിയ കാര്യം സുധാമണിയെ കൊണ്ട് സധൈര്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ മുന്നോട്ടുള്ള പഠനത്തെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട. ഈ പാഠപുസ്തകങ്ങളൊന്നും എനിക്ക് വിധിച്ചതല്ല. ഈ യുദ്ധങ്ങളൊന്നും എന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതുമല്ല. ഇതെല്ലാം എന്നെക്കാൾ കൂടുതൽ മീനുവിന് എന്നെ പ്രയോജനപ്പെടുക. ആഹാ, പഠനമൊക്കെ ഓൾറെഡി തുടങ്ങിയോ? ഹോംവർക്കൊക്കെ കാണും വക്കീൽ സാറേ. അല്ലേ സുധാമണി? മീനുമോളെ, നല്ല 2 ചായ എടുത്തേ. സുധാമണിയുടെ ആദ്യത്തെ ദിവസത്തെ ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വിശേഷങ്ങളൊക്കെ പറ, കേക്കട്ടെ. ഓ, എന്ത് പറയാനാ ഗണേശ, നമ്മൾ കണക്കൂട്ടുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്ന് വാശി പിടിക്കുന്നത് ആർക്കും നല്ലതല്ല. എന്ത് പറ്റി സുധാമണി? ക്ലാസ് ബുദ്ധിമുട്ടായിരുന്നോ? ആയിരുന്നു. 6 അടിക്കാന്നെല്ലാം വിചാരിച്ചിട്ടാ പോയെ. പോയിട്ടെന്താ, ഗോൾഡൻ ഡെക്കായിട്ടിങ് വന്നു. പക്ഷെ പഠിക്കാനുള്ള എന്റെ ആവേശം കെട്ടുപോയിട്ടൊന്നുമില്ല. നല്ല ഉഴുന്നുവടയും ചൂട് ചായയും കഴിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നേ. തൽക്കാലം ദേ നീ വട കഴിക്കും, ചൂട് ചായ പുറകെ വരും. ഞാനിപ്പോ അതിനുള്ള മൂഡിലല്ല വക്കീൽ സാറേ. ആ, മീനുമോള് ചായ ആയിട്ട് വരട്ടെ, മൂഡ് താനെ വന്നോളൂ. ചൂട് ചായയും ഉഴുന്നുവടയും. അല്ല, ഇത്രമാത്രം മനസ്സ് കൈവിടാൻ എന്ത് സംഭവിച്ചു? ആദ്യത്തെ ദിവസം കഴിഞ്ഞല്ലേ ഉള്ളൂ. അത് അവസാന ദിവസവും ആവാലോ. ഞാൻ പഠിത്തം നിർത്തുക ഗണേശ. ഇത്രയും കഷ്ടപ്പെട്ട് അഡ്മിഷൻ എടുത്തിട്ട് പഠനം നിർത്തുകയോ? നിനക്കെന്താ സുധാമണി, വട്ടുണ്ടോ? എന്താ നീ അങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ കാരണം? എന്റെ മുമ്പിൽ മീനാക്ഷി ഒരു നിബന്ധന വെച്ചു. ഒന്നുകിൽ ഓള് അല്ലെങ്കിൽ സ്കൂള്. അങ്ങനൊരു തീരുമാനം ഞാൻ എടുക്കണമെന്ന് ഓൾ ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ വന്നാ എനിക്ക് മീനാക്ഷിയെ തിരഞ്ഞെടുക്കാനേ പറ്റൂ. എന്നും മക്കൾക്ക് വേണ്ടി ജീവിച്ചോളല്ലേ ഞാൻ. അവർക്ക് വേണ്ടി എത്ര യുദ്ധം വേണമെങ്കിലും ഞാൻ ചെയ്യാം. പക്ഷെ അവർക്കെതിരെ യുദ്ധം ചെയ്യേണ്ട സാഹചര്യം വേണ്ടി വന്നാ അതെന്നെ കൊണ്ട് പറ്റൂല ഗണേശ. എന്റെ മക്കളെക്കാളും വലുതാണോ വക്കീൽ സാറേ എനിക്ക് വിദ്യാഭ്യാസം? എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങണം സുധാമണി. അയ്യോ, അത് സെലിബ്രേഷൻ. എന്തിന്റെ സെലിബ്രേഷൻ? നമ്മുടെ അമ്മ ഒരു തീരുമാനത്തിലെത്തിയതിന്റെ സെലിബ്രേഷൻ. എന്ത് തീരുമാനത്തിലെത്തിയെന്നാ? നീ കളിക്കേണ്ട കാര്യം പറ. ഞാൻ അമ്മയ്ക്ക് ഒരു ചോയ്സ് കൊടുത്തിരുന്നു. ഒന്നെങ്കിൽ അമ്മ അല്ലെങ്കിൽ ഞാൻ. രണ്ടിൽ ഒരാൾ മാത്രമേ സ്കൂളിലേക്ക് പോകുള്ളൂ. ആ വാശിക്ക് മുന്നിൽ അമ്മ കീഴടങ്ങി. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ഞാനൊരു അറ്റ കൈ പ്രയോഗം നടത്തി. അമ്മ സ്കൂളിൽ പോകുന്നില്ലെന്ന് തീരുമാനിച്ചു. അങ്ങനെ സ്കൂളിലത്തെ അമ്മയുടെ ആദ്യത്തെ ദിവസത്തെ ആഘോഷം അവസാനത്തെ ദിവസം ആഘോഷമാക്കി. മീനു, നീ ചായ കുടിച്ചിട്ടില്ലല്ലോ? ദാ എടുത്തു വെച്ചിട്ടാ. ഓനെയും കൂടെ വിളിച്ചോട്ടാ. മാൽക്കിസ്റ്റ് ബിസ്ക്കറ്റ് എന്റെ ഫേവറേറ്റാ. അറിയാം, അതുകൊണ്ടല്ലേ.
ഞാനിതെപ്പോ എനിക്ക് വേണ്ടിട്ട് ഇതിന്റെ ഓരോരോ ഫ്ലേവർ മാറ്റി മാറ്റി വാങ്ങിക്കുന്നത്. ഡാ ഓനും കൂടെ കൊടുക്ക്. ഇതേത് ഫ്ലേവർ അടി? ഷുഗർ ക്രാക്കേഴ്സ്. പിന്നെ ഇത് ചോക്ലേറ്റ് ഫ്ലേവർ. ഇനി 2 ഫ്ലേവേഴ്സ് ഉണ്ട്, ചീസ് ആൻഡ് കാപ്പിച്ചിനോ. നല്ലതാണല്ലോ, ഭയങ്കര ക്രഞ്ചി. ഇറ്റ്സ് എ സാൻഡ്വിച്ച് ക്രാക്കർ. 14 ക്രഞ്ചി ലെയേഴ്സ് ഉണ്ട് മാൽക്കിസ്റ്റില്, അറിയോ? ഇവിടെ ഇങ്ങനെ ഇരുന്നാല് എന്റെ പണിയൊന്നും നടക്കൂല. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. നീ എന്തിനാ അത് ഓഫ് ചെയ്ത്? അമ്മ സ്കൂളിൽ പോകുന്നില്ല എന്ന് തീരുമാനിച്ചോ? നീ ആ റേഡിയോ വെച്ച. ഗിരീഷ് പുത്തഞ്ചേരിന്റെ പാട്ടുകൾക്ക് ഒരു വല്ലാത്ത മാജിക് ഉണ്ട്. മനുഷ്യരുടെ മനസ്സിലുള്ള ദുഃഖം ഐസാക്കി കളയുന്ന ഒരുതരം മാജിക്. അമ്മ വെറുതെ വിഷയം മാറ്റാൻ നോക്കണ്ട. അമ്മയ്ക്ക് മക്കളുടെ മനസ്സ് വായിച്ചെടുക്കാൻ കഴിയുന്നത് പോലെ അമ്മയുടെ മനസ്സ് വായിച്ചെടുക്കാൻ ചില സമയത്ത് മക്കൾക്കും സാധിക്കും. എന്തിനാ അമ്മ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? എന്നോടിപ്പോ ഇതാരാ പറഞ്ഞേ? മീനാക്ഷി. ഓ, അപ്പൊ ഓള് നമ്മൾ ഇടിയിരുന്ന് സംസാരിച്ച കാര്യമെല്ലാം കേട്ടിന്. ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും ഓരോ സമയവും കാലവും ഉണ്ട്. ഓരോന്നും അതിൻ്റെതായിട്ടുള്ള സമയത്ത് ചെയ്യണം. എന്നാലേ പരിപൂർണ ശ്രദ്ധയോടുകൂടി അത് ചെയ്യാൻ പറ്റും. എനിക്ക് പഠനത്തിനൊരു സമയം ഉണ്ടായിരുന്നു, അന്നത് നടന്നില്ല. കതിരിമ്മേ വളം വച്ച അത്രക്കത്രേ ഉണ്ടാവുള്ളൂ. അമ്മ ഇങ്ങനെ ഇരുന്ന് പിച്ചും പേയും പറയാതെ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ഹലോ, നാളത്തേക്കാ? എത്രക്കാ? 100 അടിയന്തരാകുമ്പോ പായസം വേണ്ടി വരില്ലേ? ഏയ്, ബുദ്ധിമുട്ടൊന്നുമില്ല. പായസം തരുന്നതിൽ എന്നാപ്പാ ബുദ്ധിമുട്ട്? ഒരലക്ക് 130 ഉറുപ്പ്യാവും. ഇപ്പൊ ഉള്ള ഏറ്റവും കുറഞ്ഞ റേറ്റാ ഇത്. പുറത്തൊന്ന് അന്വേഷിച്ചു നോക്ക്. സ്വാദിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. അതാലോചിച്ചിട്ട് ഒരു ടെൻഷനും വേണ്ട. ഇത് മാത്രല്ലേ ഉള്ളൂ എനിക്ക് പണി. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചിട്ടേ ചെയ്യൂ. ആ, അഡ്രസ്സും സമയവും നീ ഫോണിലേക്ക് മെസ്സേജ് ഇട്ടാ മതി. 50% അഡ്വാൻസ്. ആ, ഈ നമ്പറിലേക്ക് അക്കൗണ്ട് നമ്പർ അയക്കാം. ശരി. അമ്മേ, സ്കൂളിന്റെ കാര്യം എന്തായി? നീ ആ കാര്യം വിട്ടെ. ഇത് 15,000 രൂപേന്റെ ഓർഡറാ. എനിക്ക് പിടിപ്പത് പണിയുണ്ട്. അമ്മയുടെ മനസ്സിലുള്ള ഒന്നും പുറത്തു വന്നില്ല. പക്ഷേ അതെല്ലാം അമ്മയുടെ മുഖത്തും ശബ്ദത്തിലും വ്യക്തമാണ്. മനസ്സിൽ കൊണ്ടുകിടന്ന ഒരു വലിയ സ്വപ്നത്തെ സ്വയം ചവിട്ടിയരച്ച് കളഞ്ഞതിന്റെ എല്ലാ സങ്കടവും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്റെ ഈ വയറിന്റെ അസുഖത്തിന് തന്റെ കയ്യിൽ നിന്ന് ഇത്രയും കാലം വാങ്ങിച്ചു കൂട്ടിയ മരുന്നും തിന്ന ഗുളിയുടെ കാശും ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ, അത് വെച്ച് സ്വന്തമായിട്ട് ഞാനൊരു വലിയ ആശുപത്രി ഉണ്ടാക്കിയ. അല്ല, വല്ലതും നടക്കൂടോ ഭ്രാന്തൻ ഡോക്ടറെ? ഭ്രാന്തൻ ഡോക്ടറല്ല, പാർത്ഥൻ ഡോക്ടർ. ഓ, എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഒരുപോലെ തന്നെ. വരൂ, ഇഞ്ചക്ഷൻ ഉണ്ട്. എന്തോന്ന് ഇഞ്ചക്ഷനോ? വേണോ? അത് വേണം വേണം വേണം. വരൂ വരൂ. അല്ല, കിടക്കണം ചേട്ടാ. അപ്പം ഇവിടെയാണോ? നീ ഇവിടെ ഉണ്ടായിരുന്നോ? അച്ഛനുണ്ട്, ശബ്ദം ഉണ്ടാക്കല്ലേ? ഓ, അകത്തുണ്ടല്ലേ? ഞാൻ ഇവിടെ നിന്ന് എത്ര കൂവി വിളിച്ചാലും പിള്ളയ്ക്കത് കേൾക്കില്ല. അങ്ങേരുടെ സ്വഭാവത്തിന് ചെവി കൂടെ കേൾക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ ലോകം തന്നെ തിരിച്ചു വെച്ചേനെ.
ആട്ടെ, ഇപ്പൊ എന്താ പ്രശ്നം? കോൺസ്റ്റിപ്പേഷൻ. വീണ്ടും അതേ മലബന്ധം. മലയാളത്തിൽ പറയുമ്പോ അസുഖത്തിന് ഒരു ഗുമ്മില്ലെങ്കിലും കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നതിൽ ഒരു സ്റ്റൈലൊക്കെ ഉണ്ട്. താനൊക്കെ ഒരു ഡോക്ടറാണോടു? അയ്യോ, ഇറച്ചി വെട്ടുന്ന പോലല്ല ഇഞ്ചക്ഷൻ എടുക്കേണ്ടത്. ചൂകി പോലും അറിയാതെ സ്മൂത്ത് ആയിട്ട് കുത്തണം, മനസ്സിലായോ? അടുത്ത പ്രാവശ്യം എനിക്ക് വേദനിച്ചാലുണ്ടല്ലോ, ഇതെല്ലാം കൂടെ വലിച്ചു പറിച്ചെടുത്ത് പുറത്തോട്ടിട്ടേ കൂട്ടി താക്കോലെടുത്തോട്ട് എന്റെ വഴിക്ക് പോകും ഞാൻ, പറഞ്ഞേക്കാം. ഇനി ഇവിടെ നിക്കണ്ട, ആവത്താ. സാഗരെ വിട്, അച്ഛൻ കാണും. ഒന്നുമില്ല, നീ വാ. എന്നെ വിട്. എവിടെ? നിനക്കിത് എന്തിന്റെ കേടാ സാഗരെ? നീ എന്തിനാ ഇപ്പൊ അത്യാവശ്യപ്പെട്ട് എന്നെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നേ? നിന്നെ ഇവിടെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിട്ട് നിന്റെ അച്ഛനോട് പോയി കുറച്ച് മോചനദ്രവ്യം ആവശ്യപ്പെടാൻ. എടി പൊട്ടി, നിന്നോട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. വേഗം വരാം. ഓ, അത് നീ ഉദ്ദേശിക്കുന്നതൊന്നുമല്ല. പിന്നെ സോളബോട്ട് അമ്മ. ആന്റിക്ക് എന്ത് പറ്റി? അമ്മ വളരെ ആവേശത്തോടു കൂടിയാ പഠിക്കാനായി സ്കൂളിൽ ചേർന്നത്. പക്ഷേ മീനാക്ഷിയുടെ പിടിവാശി കാരണം അമ്മ സ്കൂളിൽ പോക്ക് നിർത്തി. അയ്യോ, ആന്റി എന്നാലും എന്തിനാ അങ്ങനെ ചെയ്തേ? ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ, ആന്റിക്ക് പുറത്ത് കാണുന്ന ബോർഡ്നെസ് മാത്രമേ ഉള്ളൂന്ന്. ആള് മനസ്സുകൊണ്ട് ഒരു പാവാ. അത് സത്യ കീർത്തന. അമ്മയുടെ സങ്കടം എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ലടി. എന്താ മീനാക്ഷിയുടെ അവസ്ഥ? അവൾ വളരെ ഹാപ്പിയല്ലേ, എന്താഗ്രഹിച്ചോ അത് നേടിയല്ലോ. പക്ഷേ അമ്മയുടെ കണ്ടീഷൻ ഇറ്റ്സ് റിയലി വേഴ്സ്. ഏത് വെല്ലുവിളിയും സ്വീകരിക്കുന്ന, എന്ത് പ്രശ്നം വന്നാലും നേരിടുന്ന ആ അമ്മയാ എനിക്കിഷ്ടം. എന്താ നിന്റെ പ്ലാൻ? ഒരു പ്ലാനും ഇല്ല. ആസ് യൂഷ്വൽ ഐ ആം കൺഫ്യൂസ്ഡ്. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും ഇല്ല. വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ടൊന്നും സുധാന്റിയുടെ മനസ്സ് മാറ്റാൻ കഴിയില്ല. ഞാനൊരു ഐഡിയ പറയട്ടെ? പറഞ്ഞോ. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഞാൻ എന്ത് സ്വീകരിക്കും? ഇത് വർക്കൗട്ട് ആവില്ല. ഇതൊരു കാരണവശാലും ഞാൻ ചെയ്യില്ല. അവളൊരു ഐഡിയ കൊണ്ട് വന്നിരിക്കുന്നു. അങ്ങനെ ഈസി ആയിട്ട് പറയാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നീ നിന്റെ ജോലി നോക്കി പോയേ, ഇതിന് എന്നെ കിട്ടില്ല. ഈ സാഗർ പോവല്ലേ? അവൻ എനിക്ക് വേണ്ടി ഇതൊരിക്കലും ചെയ്യില്ല. പക്ഷെ അത് അവന്റെ അമ്മയ്ക്ക് വേണ്ടി ചെയ്യും, അതെനിക്ക് ഉറപ്പാ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അമ്മ പരാജയം സമ്മതിക്കുന്നത് ഞാൻ കാണുന്നത്. അതും മീനാക്ഷിയുടെ മുന്നിൽ അമ്മ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുക. അമ്മയെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മീനാക്ഷിയുടെ മുന്നിൽ അമ്മയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല. പഠിക്കാനുള്ള അമ്മയുടെ തീരുമാനത്തിൽ എനിക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് സ്വന്തം മകളുടെ മുന്നിൽ പരാജയപ്പെട്ടു നിൽക്കുന്ന അമ്മയെ കാണുമ്പോ സങ്കടം തോന്നുക. എനിക്കും സങ്കടമുണ്ട് സാഗറെ. പക്ഷേ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഭാഗത്ത് അമ്മയും മറുഭാഗത്ത് മീനാക്ഷിയും നിൽക്കുമ്പോൾ നമ്മൾ നിസ്സഹായരായി പോവില്ലേ? ഒന്നാലോചിച്ച രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുമുണ്ട്, ശരിയുമുണ്ട്. പരസ്പരം സഹകരിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ചിലപ്പോ ഒരു ഉറയിൽ രണ്ട് വാളുകൾ ഇരിക്കുമെന്ന് പറയുന്നത് സത്യമാണ്. പക്ഷേ ഇവിടെ ഒരിക്കലും അത് സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. നാളെ മുതൽ അമ്മ അടുക്കളയിലും മീനാക്ഷി സ്കൂളിലും പോയി തുടങ്ങും. വീണ്ടും എല്ലാം പഴയപടിയായി. ഇതിനു വേണ്ടിയായിരുന്നോ അമ്മയും മീനും തമ്മിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്? നമുക്ക് രണ്ടുപേർക്കും ഓരോ ഭാഗത്തേക്ക് മാറി ചേട്ടൻ മീനാക്ഷിയെയും ഞാൻ അമ്മയും പിന്തുണച്ച് ഒരു കളി തുടങ്ങാം. എന്തേ? അമ്മ ഒരു കാര്യത്തിൽ പരാജയപ്പെടുമ്പോ യഥാർത്ഥത്തിൽ തോറ്റുപോകുന്നത് നമ്മളാണ്. ഇതുവരെ തോൽക്കാതെ ജീവിച്ച അമ്മയുടെ മക്കളല്ലേ നമ്മള്. നമുക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മളും തെളിയിക്കണം. അമ്മയുടെ പരാജയത്തെ വിജയമാക്കി മാറ്റി കാണിക്കണം. ഇപ്പൊ തന്നെ എല്ലാം ഒരു വഴിക്കായിരിക്കുക. നീ വെറുതെ കാര്യങ്ങള് കൂടുതൽ കുഴപ്പത്തിലാക്കരുത്. ഒരിക്കലും ഇല്ല. അക്കാര്യത്തിൽ ഏട്ട പേടിക്കേ വേണ്ട. തരികട അമ്മയുടെ തരികട മോനല്ലേ ഞാൻ. ഒന്നും കുളമാക്കിയല്ല, നേരെയാക്കി മാത്രം ശീലം. ആ പിന്നെ ചേട്ടന്റെ പേഴ്സില് എത്ര പൈസ കാണും? അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? അതൊക്കെ പറയാം. ആദ്യം കാശ് എത്ര ഉണ്ടെന്ന് പറ.
എന്റെ കയ്യിലിപ്പോ 700 രൂപയുണ്ട്. നീ ഇതെന്ത് ഭാവിച്ചിട്ടാ? അമ്മയോട് ഞാനൊരു ബെറ്റ് വയ്ക്കാൻ പോവാ. ഒരു മത്സരത്തിൽ നിന്നും ഒരിക്കലും പിന്മാറാത്ത ആളല്ലേ അമ്മ. അമ്മയൊന്നും വാശി പിടിപ്പിച്ച് നോക്കട്ടെ. ചിലപ്പോ ഞാൻ വിചാരിച്ച വഴിക്ക് കാര്യങ്ങൾ വരും. സാറേ, ഓ, ഇന്നലെ അമ്മ സ്കൂളിൽ പോയി. ഇപ്പൊ മോള് സ്കൂളിൽ പോകുന്നു. ഓ, ഇനി നാളെ അമ്മ വീണ്ടും സ്കൂളിൽ പോവായിരിക്കും. അല്ല, ഒരു സംശയം. നിങ്ങളെ ഷിഫ്റ്റ് വെച്ച് സ്കൂളിലെ സെക്യൂരിറ്റി പണി ചെയ്യാൻ പോവാണോ, അതോ രണ്ടെണ്ണവും കൂടി ഒറ്റ ഫീസിൽ പഠിച്ച് പാസ്സാകാനുള്ള വേലത്തരമാണോ? പിള്ളേച്ച രാവിലെ തന്നെ വായിലിരിക്കുന്നു. മോളൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോയിക്കോട്ടാ. അച്ഛന് സുധാന്റെ ഇങ്ങനെ പരിഹസിക്കുന്നതൊന്നും നിർത്തിക്കൂടെ? ഓഹോ, എത്തിയോ? കേറി പോയിക്കോടകത്ത്. അവളെന്നെ പഠിപ്പിക്കാൻ വന്നേക്കുന്നു. കേറി പോടിക്കത്ത്. നിന്റെ പ്രാർത്ഥന ഗണപതി ഭഗവാൻ കേട്ടു. ഞാൻ നിന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകണം. അതല്ലേ നീ ഗണപതി ഭഗവാനോട് പ്രാർത്ഥിച്ചത്? ഇത്രയും ഡെക്കറേഷൻ ഒന്നും വേണ്ട. എന്നെ സ്കൂളിൽ കൊണ്ട് വിടാൻ പറ്റുമെങ്കിൽ ഐ ആം ഹാപ്പി. നാടകത്തിന്റെ അടുത്ത ഭാഗം ആരംഭിച്ചിരിക്കുന്നു. മൂത്തവൻ പെങ്ങളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇളയവൻ തള്ളയെ സ്കൂളിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ വീട്ടിൽ 2 സ്ത്രീകൾ പഠിച്ചു വലിയ ഉദ്യോഗസ്ഥരാകുമ്പോ അവരെ കൊണ്ടു നടക്കുന്ന പണിയായിരിക്കും ആമ്പിള്ളേർ. അയ്യോ, ഇങ്ങനെ ചെറഞ്ഞു നോക്കല്ലേ, ഞാൻ കരിഞ്ഞു പോകും. അയ്യോ, നിന്റെ നോട്ടം കണ്ടാൽ ഞാനെന്തോ അനാവശ്യം പറഞ്ഞു തോന്നുമല്ലോ. അതെ, ആമ്പിള്ളേരെ ഞാൻ ഉദ്ദേശിച്ചതേ നിങ്ങളെ തന്നെ. അല്ലാന്ന് നീ ചിന്തിച്ചോ, നിന്റെ കുഴപ്പമാ കേട്ടോ. എന്തൊക്കെ അനാവശ്യ പിള്ളേച്ച നിങ്ങൾ ഈ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ ചോദിച്ചത് നിങ്ങൾ കേട്ടില്ലേ? എന്ത് അനാവശ്യ നിങ്ങൾ വിളിച്ചു കൂവുന്നേന്ന്? ഓ, അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. അല്ലെങ്കിൽ തന്നെ പറയാൻ കൊള്ളാവുന്ന എന്തെങ്കിലും ഒരു കാര്യം നിന്റെ വീട്ടുകാർ ചെയ്യാറുണ്ടോ? ഞാൻ തിരിച്ചൊന്നും പറയാത്തത് നിങ്ങളെ പറയാൻ അറിയാത്തതുകൊണ്ടോ പേടിച്ചിട്ടോ ഒന്നുമല്ല. നിങ്ങൾ ഇതിന്റെ ഉടമസ്ഥനായതുകൊണ്ടും പ്രായത്തിൽ മൂത്തതായതുകൊണ്ടും മാത്രമാണ്. ആ മര്യാദ തിരിച്ച് നിങ്ങളും കാണിക്കണം പിള്ളേച്ച, ഇല്ലെങ്കിൽ കൈവിട്ട് പോവും. പറഞ്ഞേക്കാം. നീ വന്നേ, നേരം വൈകി. കൊറേ മര്യാദക്കാര് മര്യാദ കാണിക്കണമെന്ന്. എന്നോടല്ല, നീയൊക്കെ പോയി നിന്റെ തള്ളയോട് പറ. ഈ പേട്ടിക്കളവന്റെ കാര്യം തൽക്കാലം അവധിക്ക് വയ്ക്കാം. എന്തായാലും ഇനി മീനാക്ഷിയുടെ കാര്യം ഏട്ടൻ നോക്കിക്കോളും. അമ്മയുടെ കാര്യം ഞാനും നോക്കാം.